Hey guys, welcome back to Encyclopedia. Evil Dead Burn. സാം റൈമിയുടെ ഐക്കോണിക് ഈവിൽ ഡെഡ് ട്രൈലജിയായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. എന്നാൽ പോലും സാം റൈമിയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. സോ ആ ഒരു ക്വാളിറ്റി കാണാനുണ്ട്, ആ ഒരു യൂഷ്വൽ ഡാർക്ക് ഹ്യൂമർ വയലൻറ്റ് ടച്ച് കാണാനുണ്ട്. സെബാസ്റ്റ്യൻ വാനിസെക് ഡയറക്റ്റ് ചെയ്ത ഈവിൽ ഡെഡ് ബേൺ നമ്മൾ ഇന്ന് തിയേറ്ററിൽ നിന്ന് കണ്ടു വന്നിരിക്കുകയാണ്. സോ ജൂലൈ 10 ആണ് പടം റിലീസായത്. ഞാൻ ജൂലൈ 14 അതായത് റിലീസായ 4 ദിവസം ശേഷം കണ്ടു വന്നിരിക്കുകയാണ്. ആൻഡ് ഓ മൈ ഗോഡ്, വാട്ട് ദ ഫക്ക് വാസ് ദാറ്റ്. ഈവിൽ ഡെഡ് പടങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു നേച്ചറും കാര്യങ്ങളൊക്കെ അറിയാം. എസ്പെഷ്യലി കഴിഞ്ഞ ലാസ്റ്റ് ഈവിൽ ഡെഡ് ഫിലിമായ ഈവിൽ ഡെഡ് റൈസ്, അതൊരു സീന് സാധനം. ലൈക്ക് എനിക്ക് ആ പടം വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, വലിയ സംഭവമാണെന്നൊന്നും പറയുന്ന ഒരു ആളല്ല. കാരണം ഈ ഹൈപ്പും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ 2023 കണ്ടു നോക്കിയൊരു പടമാണ്. എനിക്കൊരു ഓക്കെ ഏവറേജ് പടമായിട്ടാണ് ആസ് എ ഫിലിം തോന്നിയത്. ബട്ട് അതിലെ വയലൻസ് ആൻഡ് ഗോർ വാസ് ഓ മൈ ഗോഡ്. കുറേ ക്രീപ്പി സാധനങ്ങളുണ്ട്. കൈയും കാലും ഒക്കെ മുറിച്ച് ജ്യൂസ് അടിക്കുന്ന മാതിരിയുള്ള കുറേ ഗ്രൈൻഡ് പരിപാടി എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ കുറേ സീൻസൊക്കെ അവിടെ ഇവിടെ പാർട്ടായിട്ട് എനിക്ക് ഓർമ്മ ഉള്ളത്. പക്ഷേ അതിലെ മെയിൻ നടിയൊക്കെ വേറെ റേഞ്ച് ആയിരുന്നു. സോ ആ പടം തിയേറ്ററിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ പടം അതിൻ്റെ അടുത്ത പാർട്ട് തിയേറ്ററിൽ നിന്ന് കണ്ടു. ആൻഡ് വാട്ട് ദ ഹെൽ ബ്രോ. സോ ഇതൊരു ഡയറക്റ്റ് സീക്വലൊന്നും കാര്യങ്ങളൊന്നും അല്ല. ഈ ഒരു ഈവിൽ ഡെഡ് ബേൺ കാണാൻ നിങ്ങൾക്ക് ഈവിൽ ഡെഡിൻ്റെ മുന്നേ വന്ന പടങ്ങളൊന്നും കാണേണ്ട ആവശ്യമില്ല. ബട്ട് ഈവിൽ ഡെഡ് റൈസ് 2023 ഇറങ്ങി ഈവിൽ ഡെഡ് റൈസ് ഒന്ന് കാണുന്നത് വളരെ നന്നതായിരിക്കും. കാരണം ഇതിൻ്റെ ഒരു സെയിം യൂണിവേഴ്സിലും കാര്യങ്ങളൊക്കെയാണ് പരിപാടി. എസ്പെഷ്യലി ഇതിൻ്റെ സെക്കൻഡ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവങ്ങളെന്നൊക്കെ. സോ അതിന് മുന്നേ വന്ന കുറേ ഈവിൽ ഡെഡിൻ്റെ പഴയ 90s 80s പടങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ കാണേണ്ടത് വെച്ചാൽ അതുപോലെ ഈവൻ 2013 വന്ന ഈവിൽ ഡെഡും കാണണമെന്നില്ല. പക്ഷേ ഒരു കിടിലം ഫിലിം കാണണം, ഹൊറർ ഫിലിം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. പക്ഷേ യൂണിവേഴ്സ് പരിപാടിയൊക്കെ നോക്കാനാണെങ്കിൽ കാണണ്ട. പക്ഷേ ഈവിൽ ഡെഡ് റൈസ് എന്തായാലും കണ്ടിരിക്കണം. ആൻഡ് ഈവിൽ ഡെഡ് ബേൺ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ മൈ ഗാഡ്, അന്യായ പടം. അന്യായം എന്ന് പറഞ്ഞാൽ അന്യായ പടം, ഒരു രക്ഷയില്ല ഇൻ ദ ടേം ഓഫ് വയലൻസ് ആൻഡ് ഗോർ. അല്ലാണ്ട് ഒരു ആസ് എ ഓവറോൾ ഒരു പടം ഇത് പീക്ക് സിനിമ, അബ്സല്യൂട്ട് ഹൊററിൻ്റെ ഒരു ബെസ്റ്റ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. വളരെ 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 ബേസ്ഡ് ആയ സ്റ്റോറി, വളരെയധികം കണ്ട് കേട്ടുമെടുത്ത സ്റ്റോറി പാറ്റേൺ ഒക്കെയാണ്. ക്ലീശ സാധനമാണ്. യെറ്റ് അനദർ നമുക്കറിയാലോ ഈ നമ്മുടെ ഈ റീസെൻ്റ്ലി വന്ന കുറേ റെഡി ഓർ നോട്ട് പടങ്ങളൊക്കെ മാതിരി മറ്റേ ഹസ്ബൻഡിൻ്റെ ഇൻ ലോസ്, അതായത് ഹസ്ബൻഡിൻ്റെ സൈഡിലുള്ള ഫാമിലി വേഴ്സസ് ഈ മരുമകൾ പരിപാടി നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ടതാണ്. അപ്പോൾ അതേ ഒരു സെറ്റപ്പ് തന്നെ വിത്ത് ടൺസ് ഓഫ് ഹൊറർ, ബോഡി ഹൊറർ, മറ്റേ ഈ ബ്ലഡ് വയലൻസ്, ഗോർ, അതിൻ്റെയൊക്കെ പീക്ക്. ഒരുപക്ഷെ ഞാൻ എൻ്റെ ലൈഫ് കണ്ടതിൽ വെച്ച് ഏറ്റവും വയലൻ്റ് ആൻഡ് ബ്ലഡ് ഷെഡ് ആൻഡ് ഗോറ് നിറഞ്ഞൊരു പടം മേ ബി ഇതായിരിക്കും. എസ്പെഷ്യലി തിയേറ്ററിൽ നിന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം ഗോറി ആൻഡ് വയലൻറ്റ് ഫിലിം ഇതാണ്. കാരണം തിയേറ്ററിൽ നിന്ന് ഒരു ഗോർ ഫിലിം അല്ല വയലൻറ്റ് ഫിലിം കാണുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്ത്യ നാടിനുള്ളതെന്ന് വെച്ചാൽ വെട്ടിക്കാളും എല്ലാം സെൻസർ ചെയ്ത് കട്ട് ചെയ്ത് മുറിച്ച് അതിൻ്റെ ഒരു കുറച്ച് പോയിൻ്റ് കുറച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുള്ളൂ. ബാക്കിയൊക്കെ OTT കാണേണ്ട അവസ്ഥ വരും. ഒരു മാർക്കൊക്കെ എടുത്തു വെക്കുക. ഇന്ത്യൻ സിനിമ ഒക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ്. കുറേ CBFCൻ്റെ കട്ടുണ്ട്. ബട്ട് ഈ ഫിലിമിന് ഒരൊറ്റ സിംഗിൾ കട്ട് CBFC നമ്മുടെ സെൻസർ ബോർഡ് ഇന്ത്യ പാസ് ചെയ്ത് അതിലൊക്കെ കട്ട് ചെയ്തിട്ടില്ല. ഓ മൈ ഗോഡ്, അതാണ് ഏറ്റവും വലിയൊരു സർപ്രൈസ്. ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് സെൻസർ ബോർഡ് കയറി, ഇന്ത്യൻ സെൻസർ ബോർഡ് കയറി ഇതിന് മേലെ കളിച്ചില്ലടോ. തെറി മ്യൂട്ട് ചെയ്തിട്ടില്ല, വയലൻസ് ട്രിം ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം പച്ചയ്ക്ക് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് അമേരിക്കയിലും അതുപോലെ OTTയിലൊക്കെ നമ്മൾ കാണുമ്പോൾ എങ്ങനെ കിട്ടുമോ അതേ വേർഷനാണ് തിയേറ്ററിൽ കിട്ടിയത്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അത് വേറെ ഒരു സംഭവം. കാരണം ഇതൊരു സിനിമ ആസ് എ സിനിമ ഇത് വളരെ ആവറേജ് ആൻഡ് ബിലോ ആവറേജ് ഒരു പരിപാടിയൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റൈല്, ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ അതിലെ ക്യാമറ കുറേ ടെക്നിക്കലി ഇത് ഭയങ്കര അടിപൊളി സിനിമയാണ്. കാരണം ക്യാമറ ആംഗിൾസ് അടിപൊളിയാണ്, നല്ല സെറ്റപ്പ്, മറ്റേ മ്യൂസിക്കും നല്ല അടിപൊളി സാധനം തന്നെ. മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കയ്യടി അറിയിക്കുന്നത്. അജാതി വർക്കാണ് അവർ ചെയ്ത് വെച്ചത്. നമ്മുടെ ഫ്ലഷൊക്കെ കീറി ബോൺസും അതിനുള്ള ടിഷ്യൂസും കാര്യങ്ങളും എല്ലാം അത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കുന്ന കുറേ ഷോർട്സും പരിപാടിയൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ഇവർ ഉപയോഗിച്ച ആ ഒരു മേക്കപ്പിൻ്റെ ടീം എടുത്ത എഫേർട്ടും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതുമെല്ലാം ഭയങ്കര തന്നെ. പ്രോസ്തെറ്റിക്സ് ഒക്കെ അത്ര എഫേർട്ട് എടുത്തിട്ട് അവരുണ്ടാക്കിയാണ്. പക്ഷെ അതിൻ്റെ ഒരു എല്ലാ റിസൾട്ടും പടത്തിൽ കാണാൻ നമ്മൾ തന്നെ അറുത്തു പോകും. കാരണം റിയൽ ലൈഫിൽ ഒരാളെ വെട്ടി കീറി ചീന്തിയിട്ടാൽ അത് പുറത്തൊക്കെ ഇങ്ങനെ ചാടുന്ന ഇൻഡസ്ട്രിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു റിയൽ ലൈഫ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതും മാതിരിയൊക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ആ സിനിമയെ കാണിക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ ക്ലോസപ്പ് ഷോട്ടും കാര്യങ്ങളും മാത്രമൊന്നുമല്ല. ഒരു സീൻ പറയുകയാണെങ്കിൽ മാർക്കോൽ
ഒരു ചെക്കൻ്റെ തല മറ്റേ ഈ സിലിണ്ടർ അടിച്ച് പൊട്ടിച്ച് ചമ്മന്തിയാക്കുന്നൊരു സീനുണ്ട്. അതിലാകെ നമ്മൾ കുറച്ചോ കാണുന്നുള്ളൂ, ഒരു 1-2 സെക്കൻഡോ കാണുന്നുള്ളൂ. ഒരു ചെതറിയ ഒരു എന്താ പറയുക, ലൈക്ക് ചമ്മന്തിയാക്കിയ രീതിയിൽ കാണുന്നുള്ളൂ. പക്ഷേ ഇതിൽ അത് എടുത്ത് കാണിക്കുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട്. കുറച്ചൊക്കെ ഗ്രാഫിക്സ് ഉണ്ടാവും, പക്ഷേ മെയിൻ സാധനം ഇവന്മാർ ഈ പ്രോസ്തെറ്റിക്കും മേക്കപ്പിൻ്റെയും പരിപാടി വെച്ചിട്ട് കാണിച്ച് നല്ല എഫേർട്ട് തന്നെയാണ്. സോ അത് ഈ ഷോക്ക് വാല്യൂ ആൻഡ് ഡിസ്ഗസ്റ്റിംഗ് വാല്യൂ, അതാണ് ഈ സിനിമയിലെ ഹൊറർ എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ നമ്മളെ സീറ്റിൻ്റെ മൂലയിലേക്ക് മാറിയിരുന്ന് പേടിച്ച് ഞെട്ടി ഓർത്ത് പേടിച്ച് കണ്ണ് പൊത്തി അങ്ങനത്തെ ഹൊററൊന്നുമല്ല. ഇതിലെ വയലൻസും ഇതിൽ കണ്ണഞ്ചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു അത്രയും ഒരു ലോല ഹൃദയമുള്ള ആൾക്കൊക്കെ അറ്റാക്ക് വന്ന് മരിച്ചു പോകാൻ രീതിയിലുള്ള അത്രത്തോളം അങ്ങേയറ്റം അൺസെൻസേർഡ് ആയിട്ടുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള വയലൻ്റ് ഗോറി ഡിസ്കസ്റ്റിംഗ് സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഡിസ്കസ്റ്റിംഗ് വാല്യൂ അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു അറപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു അറപ്പും ആ ഒരു ഓക്കാനിക്കാൻ വരിക, ഛർദ്ദിക്കാൻ വരിക എന്നൊക്കെ പറയില്ല, ആ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടാക്കുന്നതൊക്കെയാണ് ഇതിലെ ഹൊറർ. അതും പിന്നെ ഷോക്ക് വാല്യൂ, നമ്മൾ ഇങ്ങനെയൊന്നും നടക്കത്തില്ല, അങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ അത് നടത്തി കാണിക്കും. ആ ഒരു ഷോക്ക് വാല്യൂ ആൻഡ് ഡിസ്കസിങ് വാല്യൂ ആണ് ഈവിൽ ഡെഡ് ബേൺ എന്ന് പറഞ്ഞ ഫിലിമിലെ ഹൊറർ എലമെൻറ്റ്. അതാണ്. അല്ലാണ്ട് നിങ്ങൾ മറ്റേ സൂപ്പർ നാച്ചുറൽ സൈക്കോളജിക്കൽ ഹൊററൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഇത് പക്ക വിഷ്വൽ ഹൊററാണ്, ഗ്രാഫിക് ഹൊററാണ്. അതാണ് പിടിച്ചു വയ്ക്കുന്നത്, കാണിച്ച രീതി പീക്ക് ലെവൽ. അതാണ് ഞാൻ പറഞ്ഞത്. മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ എല്ലാവർക്കും നല്ല കയ്യടി, ആക്ടേഴ്സിനും കയ്യടി. കാരണം അലറി തൊണ്ട കയറി പേടിച്ച് അവർ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഷോക്ക് വാല്യൂ ഡിസ്കസ്റ്റിംഗ് വാല്യൂ പറയുമ്പോൾ കുറച്ച് സീൻസ് പറഞ്ഞുതരാം. വിച്ച് ഈസ് എൻ്റെ മോനെ, ഇതിലൊരു കാറിലൊരു സീനുണ്ട്. ഓ മൈ ഗോഡ്, അതൊക്കെ ഷൂട്ട് ചെയ്തത് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിന് ഹ്യൂജ് ഹാറ്റ്സ് ഓഫ്. കിഡിലനായിട്ട് ഷൂട്ട് ചെയ്തൊരു സീൻ തന്നെ. അതിലിപ്പന്മാർ കാണിച്ചിരുന്നത് സാധനം കാണും. ഈ നമ്മുടെ ഈ തല ചാരി വെക്കുന്ന ഈ കുഷ്യൻ പോലത്തെ ഉണ്ടാവില്ലേ, ഹെഡ് റെസ്റ്റ്, അത് ഊരി കഴുത്തിൻ്റെ തലേൻ്റെ ഇടയിൽ കൂടെ കയറ്റുക. അതുപോലെ എന്തൊക്കെ പരിപാടികൾ, ഈ നഖങ്ങൾ മൊത്തം ഡോറിനകത്തിട്ട് അടച്ചിട്ട് അത് വീഴ്ത്തിയിടുക. പിന്നെ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് ഇതിൻ്റെ ക്ലൈമാക്സിൽ വരുമ്പം ഇതിൻ്റെ സ്റ്റോറിയൊക്കെ നമുക്കറിയാം. ആസ് യൂഷ്വൽ ഈ ഫിലിംസിലുള്ള ഈവിൽ ഡെഡ് ഫിലിമിൻ്റെ സ്റ്റോറി തന്നെയാണ്. ഈ ബുക്ക് ഓഫ് ദ ഡെഡ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയൊക്കെയോ വീണ്ടും ഒന്ന് അവേക്കൺ ആവുന്നു. ആൻഡ് ആ ഡെഡ് ഐറ്റ്സ്, ആ മരിച്ചുപോയ ആ ഒരു ഈവിൽ സ്പിരിറ്റ്സൊക്കെ കൂടി ഇതിലെ മെയിൻ ആൾക്കാരെ കയറി അങ്ങ് ഹോണ്ട് ചെയ്യുക, അവന്മാരെ ഇല്ലാണ്ടാക്കുക. സോ ഇതിലൊരു കഥാനായികയാണ്. ഇതൊരു ഫീമെയിൽ സെൻട്രിക് ഫിലിമാണ്. സൗഹേലിയ യാക്കൂബ് എന്ന് പറഞ്ഞ ഒരു നടിയാണ് ഇതിലെ മെയിൻ ക്യാരക്ടറായ ആലിസിനെ ചെയ്തത്. നല്ല കിടിലനായിട്ട് ആക്ട് തന്നെ ചെയ്തു. സോ പുള്ളിക്കാരത്തിൻ്റെ ഡെഡ് എക്സ് ഹസ്ബൻഡിൻ്റെ മരണത്തിന് ശേഷം ആ ഒരു പീരീഡ് ഉണ്ടാവുമല്ലോ, അപ്പം ഈ ഡെഡ് ആയിട്ടുള്ള എക്സ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പോകുമ്പോഴും അവിടുത്തെ ഈ ഇൻലോസ്, അത് പുള്ളിക്കാരത്തിൻ്റെ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്ക് ഈ ബാധായി. ബുക്ക് തുറന്നതിന് ശേഷം അവർക്ക് ഈ ഒരു ഈവിൽ സ്പിരിറ്റ്സ് അവർ ഉള്ളിൽ കയറുന്നതും പെണ്ണിനിട്ടിട്ട് വെള്ളം കുടിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ബേസിക് സിമ്പിൾ പ്ലോട്ട്. ഇതിലെ ക്യാരക്ടേഴ്സിന് ഒന്നിനൊന്നും വെച്ച സാധനങ്ങളാണ്. ഇതിലെ ഇൻലോസ്, അതായത് അമ്മായിയമ്മ, അതൊരു വട്ട് കേസ്. പിന്നെ അമ്മായിയപ്പൻ, അത് വൈൽഡസ്റ്റ് വട്ട് കേസ്. പിന്നെ ഒരു ഗ്രാനി ഉണ്ട്, ഒരു കിളവി. അയ്യോ, ഇപ്പൊക്കെ ഗ്രാനിയുള്ള സീസൺ. ഒരു 6 കിളവി. ഇപ്പോൾ ഒരു പീക്ക് ഫാമിലിയിലാണ് ഇവിടെ വന്ന് പെട്ടത്. സോ ഇവരൊക്കെ ഒരു വയലൻ്റ് പരിപാടിയൊക്കെ കാണാൻ നല്ല എൻ്റർടൈനിങ് ആയി. അത് എടുത്തു വെച്ചിരിക്കുന്ന വയലൻസും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമേനെ ഇതിൻ്റെ ഒരു എക്സ് ഫാക്ടർ. കാരണം മറ്റൊരു ഹൊറർ ഫിലിമോ അല്ലെങ്കിൽ ഈവിൽ ഡെഡ് ഫിലിം ഇത്രത്തോളം ബ്രൂട്ടാലിറ്റി ആൻഡ് വയലൻസ് ആൻഡ് ഡിസ്കസ്റ്റിംഗ് സാധനങ്ങൾ റേഞ്ചിലേക്ക് പോയിട്ടില്ല. അത് ഒരു അൺസെൻസേർഡ് ആയിട്ട് ഒരു കട്ടും ഇല്ലാണ്ട് തിയേറ്ററിൽ നിന്ന് കാണുന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ലൈഫിൽ കാണുന്നു. ആൻഡ് ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. ഞാൻ ഇതിന് പടം വളരെ ആരും അത്ര വലിയ അഭിപ്രായമൊന്നും പറയുന്നില്ല. ആവറേജ് 2.53 റേറ്റിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ കാണണ്ട വിചാരിച്ചതാണ്. ബട്ട് മാൻ, ഞാനിന്ന് പോയി കണ്ടിട്ടില്ല. ഇന്ന് ഓഫർ പ്രൈസ് കിട്ടിയോണ്ട് മാത്രം പോയല്ല, ഞാൻ OTTക്ക് വെയിറ്റ് ചെയ്യും. വലിയൊരു മിസ്സായിരുന്നു. കാരണം ഫക്ക് ദ റിവ്യൂസ്. ഐ ജെന്യൂൻലി ഹാഡ് എ വെരി ഗുഡ് ടൈം വാച്ചിങ് ദിസ്. അത് ഞാൻ പറയാമല്ലോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട് മടുത്തതാണ്. വയലൻസൊക്കെ കണ്ട് മടുത്തതാണ്. അതിലിനി എന്ത് ക്രിയേറ്റിവിറ്റി, എത്രത്തോളം ഓപ്പണായിട്ട്, എത്രത്തോളം ട്രിം ചെയ്യാണ്ട് അവർക്ക് കാണിക്കാൻ പറ്റും, എന്നാൽ മാത്രം എനിക്ക് ഇനിയും കുറച്ചും കൂടെ ഇമ്പ്രസ് ആവാൻ പറ്റൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുമ്പം എനിക്ക് എന്താണോ വേണ്ടത് അത് തന്നൊരു പടം അതിതാണ്. അത് തിയേറ്ററിൽ കൂടി ആകുമ്പം ആ ഡോൾബി അറ്റ്മോസ് സെറ്റപ്പിലും അത്രയും ഒരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്നൊരു വേറൊരു എഡ്രിനൽ കിക്ക് തന്നെ ഉണ്ട്. സോ അതൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ എൻജോയ് ചെയ്ത കണ്ട സിനിമയാണ്. ഈവിൽ ഡെഡ് റൈസിനെക്കാട്ടും ഞാൻ എൻജോയ് ചെയ്ത് കണ്ട ഒരു പടം ഇതാണ്. ആസ് എ ഫിലിം ബെറ്റർ ഈവിൽ ഡെഡ് റൈസ് തന്നെയാണ് ഓവറോൾ. ബട്ട് ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ട ഒരു സാധനം ഇതാണ്.
പിന്നെ ഈ തിയേറ്ററിൽ നിന്ന് കാണുമ്പം ഈ മക്കളെയും അതുപോലെ തന്നെ ഈ കുറേ ശല്യങ്ങളുണ്ടാവും. ഈ ഹൊറർ വരുമ്പം കൂവാൻ നിൽക്കുന്ന സാധാ വെള്ള സാരി ഇട്ട് വരുന്ന പ്രേതപ്പടങ്ങളിൽ വരുമ്പോൾ പോലും നമുക്കറിയാം ശല്യം എങ്ങനെ ഇതാകും. അപ്പോൾ ഇത്രത്തോളം വയലൻറ്റും കാര്യങ്ങളുള്ള സിനിമയ്ക്കൊന്നും ദയവ് ചെയ്ത് ഇങ്ങനെ കമൻ്റ് അടിക്കുന്നവരുള്ള തിയേറ്ററൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്യുക. മെയിനായിട്ട് നിങ്ങൾ രാവിലെയോ അല്ലെങ്കിൽ ഷോ ആൾ കുറഞ്ഞ ഷോ 1, 2, 5 ആളുള്ള ഷോന് മാത്രം പോകാൻ നോക്കുക. കാരണം ഞാൻ പോയപ്പോൾ തന്നെ ആകെ ഒരു 10, 20 ആളോ 20 പോലും ഉണ്ടാവില്ല, മാക്സിമം പോയ 10, 12 ആളുണ്ടാവും. അതിൽ പകുതി വരുന്നതെന്ന് വെച്ചാൽ ഈ കോളേജ് വിട്ട് വരുന്ന പെൺകുട്ടികളാണ്. അത് ബങ്ക് ചെയ്ത് വന്നതാണെന്ന് തോന്നുന്നു. എൻ്റെ തൊട്ട ബാക്കിലെ റോയിൽ മൊത്തം ഇവരെയായിരുന്നു. മോനെ, ഈ പെണ്ണുങ്ങളെ കാര്യം നിങ്ങൾക്കറിയാലോ, അവർക്ക് ചോര കണ്ടാൽ അപ്പം തന്നെ അലറും, കൂറേനെ കണ്ടാൽ അലർന്ന ടീമാണ്. ഈ പ്രേതങ്ങളും ഇതിലെ ക്യാരക്ടേഴ്സും അലർന്നതിൻ്റെ ഇരട്ടി ഇവർ ബാക്കിൽ നിന്ന് അലറിയിട്ട് എൻ്റെ ചെവീൻ്റെ ഡയഫ്രം അടിച്ചു പോയിട്ടില്ല എന്നുള്ളൂ. ഓരോ ചോര കാണുമ്പോഴും അത്രത്തോളം ഈ പെണ്ണുങ്ങളെ എന്താ പറയുക, ഈ ഒരു പേടിയുള്ള അവരുടെ ആ ഒരു ഇത് പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ട എക്സ്ട്രീം സാധനങ്ങളാണ് ആ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇവർ ഒച്ച ഉണ്ടാക്കിയില്ലെങ്കിലേ ഉള്ളൂ എന്താ പറയുക ഒരു ഞെട്ടാനുള്ളൂ. സോ അവരെ പറഞ്ഞ കാര്യമില്ല. പക്ഷേ അതുപോലെ കുട്ടികൾ ഇവർ പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പം മിണ്ടാണ്ടിരുന്നിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫൊക്കെ ഒന്നും ഇവരധികം കമൻ്റ് അടിക്കാൻ നിന്നില്ല. കാരണം അത്രത്തോളം ബ്രൂട്ടൽ സീൻസ് കണ്ട് അവരെന്നെ എനിക്ക് തോന്നുന്നു സ്തംഭിച്ചു പോയിന്ന്. സോ പക്ഷേ പിന്നെ വന്നു വെച്ചാൽ ഒരു ചെറിയ കുട്ടിയുടെ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു വയസ്സ് പോലും ആയിട്ടുണ്ടാവില്ല. ഇറ്റ്സ് എ ഇൻഫാൻറ്റ്, മേ ബി മാസങ്ങളായിട്ടും ഉണ്ടാവും ജനിച്ചിട്ടുണ്ട്. അതിനെ കൊണ്ട് പാരൻസ് കൊണ്ട് ഈ പടം കാണിക്കാൻ വന്ന് ഐ വാസ് ഷോക്ക്ഡ്. കാരണം സാധാ ഇങ്ങനത്തെ ഒരു പടത്തിന് നിങ്ങളൊരു 5, 6, 7 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുവന്നാൽ പോലെ ഈറ്റികൾ കിടന്ന് കാറി ഫുൾ എക്സ്പീരിയൻസ് പോകും. അപ്പം ഞാനിത് കണ്ടപ്പോൾ ഓ മൈ ഗോഡ് തീർന്നെന്ന് വിചാരിച്ചു. പക്ഷേ ആ കുട്ടി പടം കഴിഞ്ഞവരെ ഒരു അക്ഷരം വേണ്ടിയില്ല. ഇൻ്റർവെൽ ആകുമ്പം എന്തോ ഒരു ചെറിയ കുട്ടി, ഒരു വയസ്സ് പോലാത്ത കുട്ടിയാണ് കുറേ എന്തെങ്കിലും ചെറിയ ചെറിയ കുട്ടികളെ ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കില്ല. അത് ഇൻ്റർവെല്ലിൽ മാത്രമേ കേട്ടുള്ളൂ. അത്രയും മെച്യൂറായ കുട്ടി, ഏത് ഈ 10, 20, 30 വയസ്സുള്ള കിളവന്മാരെക്കാളും മെച്യൂരിറ്റി ആ കുട്ടിക്കുണ്ട്. ആ ഒരു വയസ്സ് പോലും ഇല്ലാത്ത കുട്ടിക്കുണ്ട്. ഒരു അക്ഷരം ഉണ്ടാണ്ട് അത്രയും ഡിസിപ്ലിൻ ആയ പടം തീരുന്നവരെ കുട്ടി നിന്നു. ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് കിഡ്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ആ കുട്ടി ഈ എൻ്റെ മെച്യൂരിറ്റി കാണിച്ചെന്ന് പറഞ്ഞിട്ട് തമാശ അടിക്കുകയാണെന്നല്ല ഞാൻ വന്നത്. അത്രത്തോളം നിങ്ങളിങ്ങനെ പാരൻസ് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിനിമക്ക് ഒരിക്കലും യാതൊരു കാരണവശാലും കുട്ടികളെ കൊണ്ടുവരരുത്. കാരണം അത്രയും ഗ്രാഫിക് സാധനങ്ങളെ കാണിക്കുന്നത്, അത് അത്രയും ചെവി അടിച്ചു പോകുന്ന രീതിയിലുള്ള അലറലും കീറലും ഒച്ചയും വെളിയും ബഹളവും ചീറ്റലും കാറലും ഒക്കെയാണ് അറ്റ്മോസിൻ്റെ സറൗണ്ട് 10, 20 സ്പീക്കറോളത്തിനുള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്ത് വരുന്നത്. അത് ആ കുട്ടിയുടെ ഇത്ര മുതൽ ചെറിയ കുട്ടിയുടെ ഇയറിൻ്റെ ഡയഫ്രം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് എത്ര 2 മണിക്കൂറോളം ഇതിങ്ങനെ കേട്ടിട്ട് അത് അവരെ വളരെ ഹെൽത്തിനെയും മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലിയൊക്കെ ബാധിക്കും. സോ പാരൻസ് കുറച്ചെങ്കിലും മെച്യൂരിറ്റി കാണിക്കുക. കുട്ടീൻ്റെ പാരൻസ് കുട്ടിയേക്കാൾ മെച്യൂരിറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പരിസരത്തെ കൊണ്ടുപോകില്ല. ഒരു തിയേറ്ററിൽ ഒരു സിനിമ കാണാനേ ഒരു 5 വയസ്സെങ്കിലും ആവാണ്ട കൊണ്ടുവരരുത്. അപ്പോഴാണ് ഇതൊരു വയസ്സ് കയറിപ്പോൾ 1 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടീനെ ഹൊറർ ഫിലിം, അത് മോസ്റ്റ് വയലൻറ്റ് ഹൊറർ ഫിലിമിൽ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് മാൻ ഡിസ്ഗസ്റ്റിംഗ് പാരൻറ്റിങ്. സോ അത്രയ്ക്കോ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. ഓവറോൾ ഒരു ആവറേജ് പടമാണെങ്കിൽ പോലും, ഒരു 3 ഔട്ട് ഓഫ് 5 ഒക്കെ കൊടുക്കുന്ന പടമാണെങ്കിൽ പോലും ഇതിൻ്റെ ഷോക്ക് വാല്യൂ, ഇതിൻ്റെ ഇതുവരെ കാണാത്ത ക്രിയേറ്റിവിറ്റി കാണിച്ചു തന്ന ഗോർ, ഇൻ ഡെപ്തായി കാണിച്ചു തന്ന ഒരു കട്ടുമില്ലാതെ കാണിച്ചു തന്ന ഗോറും വയലൻസും എല്ലാം കൂടെ ഒരു നല്ലൊരു സിനിമാറ്റിക് വേയിൽ ഉണ്ടാക്കിയെടുത്ത് കാണുന്ന ആൾക്കാർക്ക് ബോറില്ലാണ്ട് ഇതിൽ ബാക്ക് ടു ബാക്ക് ടു ബാക്ക് ടു ബാക്ക് ടു ബാക്ക് നിർത്താണ്ട് തുടക്കം മുതൽ ഒടുക്കാൻ വരെ വയലൻസും ഗോറുമാണ്. പക്ഷെ അത് വിത്ത് സാധാ എന്താ പറയുക ഒരു പ്ലോട്ടും എല്ലാം കൂടെ ഓവറോൾ വരുമ്പോൾ നല്ല നൈസ് എൻഗേജിങ് വാച്ചാണ്. പിന്നെ എനിക്കൊന്നും അത്ര കണ്ട് മടുത്തുകൊണ്ട് തന്നെ ഈ വയലൻസും കാര്യങ്ങളും ജോണറൊക്കെ ഞാൻ ഇരുന്നിങ്ങനെ ആസ്വദിക്കുകയാണ്. ചില ഇതിൽ ചെവിയിലൊരു പെന്ന് കുത്തുന്ന സാധനവും കുത്തി കയറ്റുന്ന സാധനം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഈ ജോ അടിച്ച് പൊളിക്കുന്നത്, കുറേ പരിപാടി അതൊക്കെ കണ്ടു നിൽക്കുമ്പം എൻജോയ് ചെയ്യണേ നമ്മൾ. അത് ഞാൻ വയലൻസ് എൻജോയ് ചെയ്യുന്ന ഒരാളെ വെച്ചിട്ട് യു ക്യാൻ നോട്ട്, ഞാൻ ഒരു സൈക്കോ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ആസ് എ സിനിമ ഫൈൽ ഐ എൻജോയ്ഡ് ഇറ്റ്, ഐ ഹാഡ് നൈസ് ടൈം. സോ ഈവിൾ ഡെഡ് ബേണിനെ പറ്റി എത്ര പറയാനുള്ളൂ. ഇറ്റ് വാസ് എ ഓക്കെ മൂവി, ബട്ട് ഇറ്റ് വാസ് എ എൻജോയബിൾ വാച്ച്. ആൻഡ് പടം കണ്ടവർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ മതി. കാരണം തിയേറ്ററിൽ നിന്നാണ് ഇതിൻ്റെ ഷോക്ക് വാല്യൂ ഒരു കിടിലനായി കിട്ടുക. സോ കാണാത്തവർ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കണ്ടവർ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് ഈവിൾ ഡെഡ് ഫ്രാഞ്ചൈസിലെ ബെസ്റ്റ് ഫേവറേറ്റ് ഫിലിം ഏതാണെന്ന് കൂടെ കമൻറ്റ് ചെയ്തിട്ട്, ഇതിന് പിന്നെ 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനോസും ഉണ്ട്. മിഡ് ക്രെഡിറ്റ് സീൻ ഒന്ന്, പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഒന്ന്. സോ എസ്പെഷ്യലി സെക്കൻഡ് സീനാണ് കിട്ടില്ല. അത് കുറച്ചുകൂടെ കത്തണേ നിങ്ങൾ ഈവിൾ ഡെഡ് റൈസ് കാണണം. സോ മറ്റൊരു വീഡിയോ വരുന്ന ജോൺ ഫ്ലിക്സ് സൈനിങ് ഔട്ട് ഫ്രം ഇൻസിനിക്ലോപീഡിയ.